അയാളെ വളച്ചൊടിച്ച് മുമ്പിലിട്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. കടിച്ചു പറിച്ച് ഇഷ്ടം പോലെ തിന്നു. പ്ലീസ് അധികം തന്നേര്. അന്ന് വിട്ടില്ല. ജാസ്മിന്റെ ഒരു ഏജന്റ് ആണെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു പ്രചരണം ഉണ്ട്. കോള് വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രചരണം ഉണ്ട്. അപ്പൊ ആ ഒരു കോളൊക്കെ പുറത്ത് വന്ന് ലീക്കായി, അതൊക്കെ കുറച്ച് ഇഷ്യൂ ആയി പുറത്ത്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ സത്യമാണല്ലേ? അതൊക്കെ ഇറങ്ങിയിരുന്നോ? ഞാൻ ജസ്റ്റ് കണ്ടു, പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ എരപ്പൻ. പക്ഷെ ഏജന്റ് ആണെന്ന് പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്താണ്? പലർക്കും പലതും തോന്നാം. നമ്മളതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്രാങ്കിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ഞാൻ എന്ത് വന്നാലും എടുക്കുന്നുള്ള മൈൻഡ്. രണ്ടാണെങ്കിലും എടുക്കുന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. 50 രൂപ എടുക്കുന്നുള്ള മൈൻഡ്.